അതിന്റെ ഉടമ ഈ പുള്ളിയെ വെല്ലുവിളിച്ച് പറയുകയാണ്. കുളം വേണം. കൊച്ചു നമ്മട്ടിയ വെട്ടത്തെ കൊണ്ട് കുഴിച്ച് ചോറ്റോത്രക്കം വെച്ച് തലയിൽ കോരി കുത്തി കുളിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം അതിന് നിവൃത്തി വെള്ളമില്ല. ആ പെരേടക്കാർക്കും കാട് അവിടെയും കാടായിട്ട് കിടക്കുന്ന നിസാറിന് അവിടെ ഒരു അവകാശവും ഇല്ല. നിസാറിന് ഒരു അവകാശവും ഇല്ല. ആ ഫാമിൻ്റെ സ്മെല്ല് നന്നായിട്ടുണ്ട്. കാരണം എൻ്റെ കുഞ്ഞിനെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അതുപോലെ അവർക്ക് ഓൾട്ടർനേറ്റ് വീക്സിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻസ് ഒക്കെയാണ്. കുളം അത് എല്ലാവർക്കും കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണം. അതുവഴി ആലുംമൂട്ടിലോട്ട് പോകാനുള്ള വഴി ശരിയാക്കി തരണം. ഇത് മൊത്തത്തിൽ ഒരു വഴി അടച്ച് ബാക്കിയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതാക്കി. അപ്പം ആരും അങ്ങോട്ട് വരാതിരുന്നപ്പം ഈ തോടെല്ലാം കാട് പിടിച്ച് ഉപയോഗശൂന്യമായിട്ട് പോയി. ചെറുനീർ പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ലയിലെ വർക്കല താലൂക്കിൽ ചെറുനീർ പഞ്ചായത്തിലെ 2-ാം വാർഡിലാണ്. ഈ കുളത്തിൻ്റെ മറുസൈഡാണിത്. മറുസൈഡ് നേരെ ചെല്ലുന്നത് അംബേദ്കർ ഉന്നതിയിലാണ്. അംബേദ്കർ ഉന്നതി പഴയ മരവടി കാറാത്തല ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഈ ഭാഗത്തു നിന്ന് നടന്നാണ് ഈ കുളത്തിലോട്ട് വരുന്നത്. ഇതിപ്പോൾ 4 സൈഡും അടച്ചു വെച്ചേക്കുക. ഈ കാടും ഇതുമായിട്ട് ഒരു ജനങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ പഞ്ചായത്തിൽ നിരവധി പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പരാതി രേഖാമൂലം പരാതി കൊടുത്തത് ഇപ്പോൾ ലാസ്റ്റ് നമുക്കിപ്പോൾ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് ഈ 2-ാം വാർഡിലെ മെമ്പർ ആദ്യം ചെയ്തു തരാമെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. ആ മെമ്പറടുത്ത് പല പ്രാവശ്യം ഇപ്പോൾ പരാതിയായിട്ട് പറയുകയും ഇപ്പോൾ കഴിഞ്ഞ പരാതികൾ കൊടുത്ത പരാതി ഇപ്പോൾ അവിടെ കാണുന്നില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാകും ഭാവിയിൽ. ഇത് ഇങ്ങനെ കെട്ടി അടച്ചു വെച്ചേക്കുന്ന സ്വകാര്യ വ്യക്തി ഇതുവഴി വെള്ളം ഒലിച്ച് നമുക്ക് ഏകദേശം അങ്ങ് കുളത്തിൻ്റെ കര വരെ പോകാനുള്ളതാണ്. ഇത് ഏകദേശം കുളത്തിലോട്ട് പോകുന്നതാണ്. ഇതുവഴി ഇപ്പോൾ നീർച്ചാലുമില്ല. അതേ കണക്ക് തന്നെ വെള്ളം വരാനുള്ള യാതൊരു സംവിധാനവുമില്ല. ആ വരുന്ന ചാല് വന്ന ആ വെള്ളം നേരെ ഈ ഓടയിൽ കൂടെ വരേണ്ടതാണ്. ഇത് പഞ്ചായത്തുകാർ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഓടയാണ്. അതിപ്പോൾ ഇവിടെ കെട്ടി അടച്ച് സ്വകാര്യ വ്യക്തി കെട്ടി അടച്ചിട്ട് ഈ വെള്ളം ഇപ്പം ഈ ചാലില്ല. കാരണം ഈ വെള്ളം ഒഴുക്കി വരുന്ന ചാല് കംപ്ലീറ്റ് 2 ഭാഗം കെട്ടി അടയ്ക്കും. എത്ര വീതി കിടന്ന അത്രയും വീതിക്ക് കടന്ന തോടാണ്. എവിടം വരെ കെട്ടിയിരിക്കുന്നത്? ഈ സൈഡ് അല്ല, ഈ മതിലാണ് എനിക്ക് വെള്ളം കെട്ടിയിരിക്കുന്നത്. വടശ്ശേരിക്കുളം പള്ളിയിൽ അവിടെ നിന്ന് മൊത്തം ആൾക്കാരും ഇവിടെ വന്നാണ് കുളിക്കുന്നത്. ഉഷ്ണകാലത്ത് വെള്ളം കാണില്ല. പറഞ്ഞ മനസ്സിലായി എന്തുമാത്രം ആൾക്കാർ കുളിക്കുന്ന ഒരു കുളമെന്ന് അറിയാം. ഇന്ന് കിടക്കുന്ന അവസ്ഥകൾ കണ്ട ഇതൊക്കെ എടുത്താണ് ആൾക്കാർ കുളിക്കുന്നത്. ഈ വെള്ളമാണ് അവർ കുളിക്കുന്നത്. ഇനി ഇതിൻ്റെ താഴോട്ട് ഒരുപാടുണ്ട്. അങ്ങോട്ട് പോയ കാരാത്തല വരെ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഇത് പഞ്ചായത്ത് പരിശോധിക്കണം. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കളിച്ച് വളർന്ന തോടും പരിസരമൊക്കെയാണ്. അപ്പം ഏകദേശം ഒരു 5-6 വർഷത്തോളം അത് അടച്ചു വിട്ടിട്ട് പിന്നെ ഒരു പുള്ളി ഇത് മൊത്തത്തിൽ ഒരു വഴി അടച്ച് ബാക്കിയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതാക്കി. അപ്പം ആരും അങ്ങോട്ട് വരാതിരുന്നപ്പം ഈ തോടെല്ലാം കാട് പിടിച്ച് ഉപയോഗശൂന്യമായിട്ട് പോയി. നമ്മളിപ്പോൾ തന്നെ നമുക്ക് ഈ ചൂട് കാരണം നമ്മളിപ്പോൾ ഒരു 2 മാസമായിട്ട് കുളിക്കാനായിട്ട് നടയറ ഒരു ചെറിയ കോരി കുളിക്കുന്ന കുളത്തിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഇവിടെ ഇത്ര അടുത്ത് നമ്മുടെ വീടുകൾ ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ വരാൻ പറ്റാതെ നമ്മൾ കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് കുളിക്കുന്നത്. നമ്മളൊരു ഗതികേടാണ്. നമ്മുടെ കുട്ടിക്കാലം എല്ലാം ഇവിടെ തന്നെയായിരുന്നു. അതിൻ്റെ ഇപ്പുറത്താണ് പുള്ളിയുടെ ആ പര്യടത്തിലാണ് നമ്മൾ കളിച്ചത് കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവിടെ കുളി എന്ത് പറയാനാണ്. നമ്മൾ വർഷങ്ങളായിട്ട് ഈ കുളത്തിനെ ആശ്രയിച്ച് വന്നു. വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കുറവാണ്. ഒട്ടുമിക്ക വീടുകളിലും വെള്ളം കുറവാണ്. അപ്പോൾ ഈ കുളത്തിനെയാണ് നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് വഴിയില്ല. നമുക്കിപ്പോൾ ആരെയും വ്യക്തിഹത്യ ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയല്ല നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് ആ പഞ്ചായത്തിൻ്റെ കുളം ഒന്ന് റെഡിയാക്കി എടുത്ത് പഴയ പോലെ ആക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ആ വഴിയും ഇപ്പോൾ നേരത്തെ ഒരു അമ്മാനെ പറഞ്ഞ് നമുക്ക് കാണാം. അവർ ഇതുവഴി പോകാൻ ഒരുപാട് ചുറ്റിക്കറങ്ങി വടശ്ശേരിക്കുളം പള്ളി ഇതുവഴി ചുറ്റിക്കറങ്ങാൻ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പോകാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് പശുവിനേരെ കൊടുത്തതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളെ ആവശ്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഇടപെട്ട് ഈ കുളവും വൃത്തിയാക്കണം.
ഇതുവഴി നടന്നു പോകാനുള്ള വഴിയും തുറന്നു കൊടുക്കണം. അല്ല, അടച്ചു വെച്ചേക്കുന്ന ചാലും തുറക്കണം. ഒരു ഊറ്റ് അവിടെ നിന്ന് കാവുന്നൊരു ഊറ്റുണ്ടായിരുന്നു. ആ ഊറ്റ് ചെറിയ ഒരു ഓടയാക്കിയിട്ട് അത് പെരയിടത്തിലോട്ട് എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാം അടച്ച് ക്ലോസ് ആക്കിയാണ് വെച്ചേക്കുന്നത്. വെള്ളം പോകാൻ മാത്രം അടി കൂടെ ഓട ഇട്ടിട്ടുണ്ട്. അവർ പറയുന്ന പറഞ്ഞാൽ അവരുടെ വസ്തു എന്നാണ് പറയുന്നത്. എന്താണെന്നുള്ള കറക്റ്റ് നമുക്ക് അറിഞ്ഞുകൂടാ. അത് പഞ്ചായത്തുകാർ ഇടപെട്ട് അതിനൊരു ഇതുണ്ടാക്കണം. പശുവിനെയും കൊടുത്ത് നമുക്കിപ്പോൾ ഇതിലെ ഓടി കയറി പോകണം. നമ്മളിപ്പം കുറുക്ക് വഴി വളഞ്ഞെല്ലി പോകണം, അല്ലെങ്കിൽ ഇതിലൂടെ കയറി പോകണം. ഇതിപ്പോൾ ആ പെരേടത്തിൽ കൂടെ കയറി പോകാൻ സമ്മതിക്കില്ല. പിന്നെ ആഫീസിൻ്റെ അതിലൂടെ റോട്ടേണ് കയറി പോകും. ഈ കുളത്തിൻ്റെ മറു സൈഡാണിത്. മറു സൈഡ് നേരെ ചെല്ലുന്നത് അംബേദ്കർ ഉന്നതിയിലാണ്. അംബേദ്കർ ഉന്നതി പഴയ മരവടി കാറാത്തല ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഈ ഭാഗത്തു നിന്ന് നടന്നാണ് ഈ കുളത്തിലോട്ട് വരുന്നത്. ഇതിപ്പോൾ 4 സൈഡും അടച്ചു വെച്ചേക്കുക. ഈ കാടും ഇതുമായിട്ട് ഒരു ജനങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ പഞ്ചായത്തിൽ നിരവധി പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പരാതി രേഖാമൂലം പരാതി കൊടുത്തത് ഇപ്പോൾ ലാസ്റ്റ് നമുക്കിപ്പോൾ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് ഈ 2ാം വാർഡിലെ മെമ്പർ ആദ്യം ചെയ്തു തരാമെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. ആ മെമ്പറടുത്ത് പല പ്രാവശ്യം ഇപ്പോൾ പരാതിയായിട്ട് പറയുകയും ഇപ്പോൾ കഴിഞ്ഞ പരാതികൾ കൊടുത്ത പരാതി ഇപ്പോൾ അവിടെ കാണുന്നില്ലെന്നാണ് അവർ പറയുന്നത്. ഇവിടുത്തെ ഏകദേശം ഒരു 300 നമ്മുടെ അംബേദ്കർ കോളനിക്കകത്തെ ഏകദേശം ഒരു 300 ആൾക്കാരുടെ വീടുകളങ്ങ് കോളനിക്കകത്ത് മാത്രമുണ്ട്. വടശ്ശേരിക്കണം പള്ളിയുടെ അവിടെ നിന്ന് ആലുമൂട് ഭാഗത്ത് നിന്ന് എല്ലാം കുളിച്ചുകൊണ്ടിരുന്ന കുളമാണ്. ഇത് പഞ്ചായത്ത് വൃത്തിയാക്കിക്കൊണ്ടിരുന്ന കുളമാണ്. പലതവണ പരാതി കൊടുത്തപ്പോൾ ഇപ്പോൾ പറയുന്നത് പഞ്ചായത്തിന് അറിയില്ലാന്ന്. ഈ കുളത്തിന് തൊട്ട് മേലെ ഒരു ഫാമാക്കി വെച്ചേക്കണം. ഈ ഫാമിന് എങ്ങനെ ലൈസൻസ് കൊടുത്തെന്ന് അറിയാൻ വയ്യ. പഞ്ചായത്തിന് ലൈസൻസ് ഉണ്ടോ എന്നറിയില്ല. 10-40 പശുക്കളും പോത്തും എല്ലാം ഉണ്ട്. ഇവിടുത്തെ തൊട്ടപ്പുറമുള്ള വീട്ടുകാർക്കെല്ലാം പരാതിയാണ്. അസുഖങ്ങൾ, കുട്ടികൾക്ക് സ്മെല്ല്, ഈ ഓട കംപ്ലീറ്റ് ഈ പറയുന്ന കണക്ക് വെള്ളം പോണ ചാലുകൾ മൊത്തം അടച്ചിരിക്കുക. നമുക്ക് ഈവൻ ഈ ഫാമിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഫുഡ് പോലും പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഈവൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വിചാരിച്ചത് ഇനിയിപ്പം നമ്മുടെ ബാത്റൂമിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ സ്മെല്ലാണോ എന്നാണ് കരുതിയത്. പക്ഷേ നോക്കുമ്പോൾ ഈ വേസ്റ്റ് എല്ലാം നമ്മുടെ ഈ ഓപ്പോസിറ്റ് ഈ പെരേഡാണ്. അപ്പം അവിടെയാണ് ഈ പ്രോപ്പർ വേസ്റ്റ് എല്ലാം കൊണ്ട് ഇടുന്നത് തന്നെ. അപ്പം ഈവൻ സിറ്റ് ഔട്ട് ഇരിക്കാൻ പറ്റില്ല, വീടിനകത്തിരിക്കാൻ പറ്റില്ല, ബെഡ്റൂമിൽ ഇരിക്കാൻ പറ്റില്ല. നമ്മളുമായിട്ട് ക്ലോസ് ആണ് ഈ ഏരിയ. അപ്പോഴത്തേക്കും അത്രയും അഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ. ആദ്യമൊക്കെ ഇതിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടെന്നാണ് ഈ പരിസരവാസികളെല്ലാം കുടിച്ചിരുന്നത്. അന്ന് അതൊരു കുഴിയായിരുന്നു. ഊറ്റിങ്ങനെ വരുന്ന വെള്ളമായിട്ട് ഫ്രഷ് വെള്ളമായിട്ട് എല്ലാവരും കിണറില്ലാത്ത ഒരുപാട് ആൾക്കാർ കുടിച്ച വെള്ളമാണ്. അതിനുശേഷമാണ് അത് പഞ്ചായത്ത് ഇടപെട്ട് കുളമാക്കി മാറ്റിയത്. ഇപ്പം അതിനുള്ള വഴിയും ബ്ലോക്ക് ചെയ്ത് അതിലേക്കുള്ള ഒഴുക്കും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അത് നമുക്ക് ആവശ്യമാണ്, അത് തുറന്നു തരണം. ഇപ്പോൾ 2-3 വർഷമായി കുളം അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ തൊഴിലുറപ്പുകാരായാലും അവരൊക്കെ വരുന്ന് വൃത്തിയാക്കാൻ നേരത്ത് അവിടുത്തെ ആ വസ്തുവിലെ ഓണർ വന്ന് എൻ്റെ വസ്തുവാണ് അവിടെ വൃത്തിയാക്കാൻ സാധിക്കില്ലെന്നാണ് പറഞ്ഞത്. അതിനെതിരെ ഒരു പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പം ഇതിന് ഇറങ്ങി തിരിച്ചേക്കുവാണ്. കാരണം ഈ കുളം വൃത്തിയാക്കിയിട്ട് നമ്മൾ പോകും. നമ്മൾ കുറേ കാലങ്ങളായി അവിടെ കുളിച്ചുകൊണ്ടിരുന്നതാണ്. കൊച്ചിലേ തൊട്ട് കുളിച്ചുകൊണ്ടിരുന്നതാണ്. ഞാനും ഇവനും ഇവിടുത്തെ എല്ലാ പിള്ളേരും അങ്ങനെ കുളിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല. നമ്മളിപ്പോൾ ആവശ്യം എന്ന് വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കാൻ. ഇനി അത് ഏത് സർക്കാരോ അതൊന്നും ഒന്നുമില്ല. ഇവിടെ ജാതിയില്ല, മതമില്ല, ഒരു പാർട്ടി ഒന്നുമില്ല. ഇവിടെ നമുക്ക് കുളിക്കുക, അതാണ് നമ്മളെ ഇത്. ഒരു 300 കുടുംബങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആ വയലിൽ കാണുന്ന അവരെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഒഴിവരുന്ന ചാണാൻ വെള്ളത്തിലാണ് അവർ കുളിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ടത്. ആ പിള്ളേരൊക്കെ അവിടെ കുളിക്കുന്നതാണ് എല്ലാവർക്കും വിഷമം വരും. അതാണ് പ്രധാന കാര്യം. ആൾക്കാർ ഓരോ പെരേടം മേടിച്ചിട്ട് വഴിയും കയ്യേറി, അതിൻ്റെ തോടും കയ്യേറി. ഇപ്പോൾ അതിനകത്ത് കൂടെ ആൾക്കാർ പശുവിനെ വളർത്തുന്ന ചാണാമൂത്രമൊക്കെ ഒഴുക്കി വിടുന്നത്. അതുകൊണ്ട് ആരും കുളത്തിൽ കുളിക്കാൻ പോകാറില്ല. കുളത്തിൻ്റെ പടവുകളും ഇടിച്ചു കളഞ്ഞു. അവർക്ക് കുളത്തിൻ്റെ പടവുകൾ ഇടിച്ചു കളയുന്ന ഉദ്ദേശം തന്നെ ഈ കുളത്തിൽ ആരും വരാതിരിക്കാനുള്ള ഒരു കാരണമായിട്ടാണ് അവർ കാണുന്നത്. സംഭവം വഴി അടച്ച് കുളം അടിച്ചു കഴിഞ്ഞാൽ പണ്ട് പഞ്ചായത്താരെ കുളമാണ്. ഇതിപ്പോൾ ആൾക്കാർ കയ്യേറി അവരവരെ പെരടാക്കി വെച്ചാൽ. വീട്ടിൽ വെള്ളമില്ലാത്തപ്പോഴും അവിടെ പോയി നമ്മൾ കുളിച്ചുകൊണ്ടിരുന്നത്. വേനൽക്കാലത്തും പറ്റാത്ത കുളമാണ്. അതിപ്പം ആകെ പൊളിഞ്ഞ് കിടക്കുവാണ്. നമ്മുടെ ഈ ചെറുനീർ പഞ്ചായത്തിൽ 2ാം വാർഡിൽ ഈ ഒരു കുളവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്രയും നാട്ടുകാർ ഒന്നിച്ച് നിന്ന് ഈ പ്രതിഷേധം പറയുന്നത്. ഈ കുളം നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കുളം വൃത്തിയാക്കി, ഇതിൽ മുൻകാലങ്ങളിൽ നമ്മളെ കൊച്ചിലെ തൊട്ട് നമ്മളെ പൂർവികർ വരെ നടന്നു പോയി കുളിച്ചുകൊണ്ടിരുന്ന കുളമാണ്. ഈ കുളം നടന്ന് പോയി കുളിക്കാനുള്ള വഴികളും അതിനൊക്കെ ഉറവകൾ ഒരിക്കലും പറ്റാത്ത ഉണക്ക സമയത്തുള്ള ഈ ഒഴുക്ക് ചാലുകൾ അടച്ചതിനെതിരെയും അതുപോലെ തന്നെ ഈ അനധികൃതമായിട്ടുണ്ടാക്കിയ ഈ ഫാമിൻ്റെ ലൈസൻസ്, ഫാമിൻ്റെ ഇത് ആരാണ് ഇതിന് അനുവാദം കൊടുത്തത്, ചെറുനീർ പഞ്ചായത്തിൻ്റെ അനുമതി കൂടിയാണ് ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന്. ഇതിനെതിരെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ശക്തമായ പ്രതിഷേധം മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇവിടുത്തെ ചെറുനീർ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റും വാർഡ് മെമ്പറും അത് നമ്മൾ രാഷ്ട്രീയം നോക്കാതെ എല്ലാ പൊതുജനങ്ങളും ഒന്നിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അടിയന്തരമായി ഈ ഫാം ഒഴിപ്പിക്കുവാനും കുളം
നമുക്ക് കുളിക്കാനുള്ള ശുചീകരിച്ച് പഞ്ചായത്ത് ചെയ്ത് തരണമെന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മൊത്തം ജനങ്ങളുടെ പ്രതിഷേധം എന്ന രീതിയിൽ തുടക്കത്തിൽ നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ശരിയാക്കിയില്ലെങ്കിൽ മുൻകാലങ്ങളിൽ വലിയ പ്രതിഷേധത്തിലോട്ട് പോകും. പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പലതവണ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പരാതി കാണുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു പരാതിയായിട്ട് തന്നെ കണക്കാക്കി നമ്മൾ എവിടം വരെ ഇത് കെട്ടി അതിന്റെ ഉടമ ഈ പുള്ളിയെ വെല്ലുവിളിച്ച് പറയുകയാണ് ഈ കുളം തരില്ല എന്ന്. ഈ വ്യക്തി എവിടെ അടച്ചു വെച്ചോ അത് തുറക്കാം. ഇത് പരിശോധിക്കണം, പഞ്ചായത്ത് പരിശോധിക്കണം. പണവും സ്വാധീനവും മാത്രമല്ല, ഇത് പണവും സ്വാധീനവും മാത്രമല്ല, ഇത് അനധികൃതമായിട്ട് ചെയ്തിരിക്കുന്ന ഇത് മൊത്തം ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് ജനങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ആ നീരൊഴുക്ക് എവിടെ നിന്ന് ഉത്ഭവിച്ചിട്ടും അവിടെ കിടപ്പുണ്ട്, അടയാളം കിടപ്പുണ്ട്. ഉദ്യോഗസ്ഥരൊന്ന് പരിശോധിക്കട്ടെ. അത് അടച്ചു വെച്ചേക്കാണ്. അടച്ചു വെച്ചേക്കുന്ന സിമന്റ് കോൺക്രീറ്റ് ഇട്ട് അടച്ചു വെച്ചേക്കാണ്. ഇതിൽ രാഷ്ട്രീയം നോക്കിയാണ് ഇപ്പൊ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും വാർഡ് മെമ്പർ രാഷ്ട്രീയം നോക്കരുത്. എല്ലാവരും രാഷ്ട്രീയം നോക്കാൻ നോക്കണം. നല്ലൊരു ശതമാനം വസ്തു ഒരു കയ്യേറി കഴിഞ്ഞില്ല. ഇത് യഥാർത്ഥത്തിൽ ഡിജിറ്റൽ സർവേ വരുന്ന കാലം തൊട്ടേ പറയുന്നതാണ്. ഈ പെരേടം അളക്കണം, കൃത്യമായ അളവ് കൊടുത്ത് ഇതിൽ ബാക്കിയുള്ള സർക്കാർ ഭൂമിയായിട്ട് കിടക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്തിന് തന്നെ കൊടുക്കണം. ഈ സ്വകാര്യ ഒരു വ്യക്തിയുടെ സാമ്പത്തികമോ അല്ലെങ്കിൽ ആളിനെ വെച്ചല്ല. ഇത് കൃത്യമായി അളന്ന് പരിശോധിച്ച് പ്രമാണത്തിനുള്ള വസ്തു തിരിച്ചുകൊണ്ട് ബാക്കി നമുക്ക് സർക്കാരിന് വിട്ട് നൽകി കുളം നല്ല രീതിയിലാക്കുകയും അവിടെ ഒരു ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്താൽ രാത്രി കാലങ്ങളിൽ ഒരു ആൾക്കാർക്കൊന്ന് കുളിക്കാൻ പറ്റും.